ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ബർത്ത്ഡേ ഫ്രെയിം ടൈപ്പിലുള്ള ഈ ഒരു പോസ്റ്റർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം എഡിറ്റ് ചെയ്യുക ഫോട്ടോ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാനായിട്ട് പറ്റും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ കൂടുതൽ ഈ ഫ്രെയിമിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും, അതുകൊണ്ട് നമ്മൾ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിൻ്റെ ഈ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അതിനായിട്ട് ടൂൾസിൽ ക്രോപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പ് സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ സ്ക്വയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒരു PNG ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് സ്റ്റിക്കേഴ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ സ്പ്ലാഷ് എഫക്റ്റ് ബ്ലാക്ക് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഒരു സ്പ്ലാഷ് എഫക്റ്റ് ബ്ലാക്ക് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. ഓക്കെ, അടിയിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാനുള്ളൊരു സ്ഥലം സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു PNG സെറ്റാക്കുമ്പോൾ അതുപോലെ നോക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു PNG നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശേഷം താഴെ ആഡ് ഫോട്ടോ എന്നുള്ളതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ശേഷം അതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു PNGൻ്റെ കറക്റ്റ് സൈസാക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ ബ്ലെൻഡിൽ ജസ്റ്റ് ലൈറ്റെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യുക, സെറ്റാക്കി വെക്കുക. ഇപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇനി താഴെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് താഴെ ടെക്സ്റ്റിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുക. ആ ഒരു ടെക്സ്റ്റ് ബ്ലാക്ക് ആക്കുക നല്ലത്, കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ടെക്സ്റ്റ് അടിപൊളി കാരണം. പിന്നെ നമ്മൾ ജസ്റ്റ് ഫോണ്ടിൽ ചേർച്ചുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്റ്റിക്കേഴ്സിൻ്റെ ഓരോ ഓപ്ഷനിൽ നിങ്ങളെ ഐഡിയ അനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസിനായിട്ട് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക.